നമസ്കാരം. നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു നിങ്ങൾ ഉണ്ടോ? നിങ്ങൾ ഒന്നാണോ അതോ രണ്ടാണോ? ദിവസത്തിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. ഇന്ന് പല അവസ്ഥകളിലൂടെയും കടന്നുപോയ ഈ ഞാൻ ആണോ യഥാർത്ഥ ഞാൻ, അതോ എൻ്റെ ഉള്ളിൽ മറ്റൊരു ഞാനുണ്ടോ? നമ്മൾ ഒന്നാണോ അതോ രണ്ടാണോ എന്നതാണ് ചോദ്യം. ഒരു ഞാൻ ആശങ്കപ്പെടുന്ന, ദേഷ്യപ്പെടുന്ന, സന്തോഷിക്കുന്ന, ദുഃഖിക്കുന്ന ഞാൻ. ജീവിതത്തിലെ തിരമാലകളിൽ പെട്ടുഴലുന്ന ഈ ഞാനിനെ നമുക്ക് ചെറിയ ഞാൻ അഥവാ സ്മോൾ ഐ അല്ലെങ്കിൽ ലോവർ സെൽഫ് എന്ന് വിളിക്കാം. എന്നാൽ എന്നിലെ മറ്റൊരു ഞാൻ ഈ തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ഒന്നും ബാധിക്കാതെ മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരു നിശബ്ദ സാക്ഷിയായ യഥാർത്ഥ അസ്തിത്വബോധം. ഈ ഞാനിനെ നമുക്ക് വലിയ ഞാൻ അഥവാ ബിഗ് ഐ അല്ലെങ്കിൽ ഹയർ സെൽഫ് എന്ന് വിളിക്കാം. ചെറിയ ഞാൻ ഏത് സമയവും ഉത്കണ്ഠാകുലനാണ്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളാണ്, പല പ്രലോഭനങ്ങളിലും വീണുപോകുന്ന ഒന്നാണ്. അല്പബുദ്ധിയായ ഈ ചെറിയ ഞാൻ അസ്തമിക്കുമ്പോൾ മാത്രമേ ഈശ്വര ചൈതന്യമായ വലിയ ഞാൻ ഉദിക്കുകയുള്ളൂ. നമുക്ക് ഇത് മനസ്സിലാക്കാൻ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ഒന്ന് പോകാം. ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന അർജുനൻ ഈ ചെറിയ ഞാനിൻ്റെ നേർരൂപമാണ്. ഗീതയുടെ തുടക്കത്തിൽ അദ്ദേഹം ശ്രീകൃഷ്ണനോട് പറയുന്നു, എൻ്റെ ശരീരാവയവങ്ങൾ തളരുന്നു, വായ വറ്റി വരളുന്നു, എനിക്കെൻ്റെ ദേഹത്തെ വിറയലും രോമഹർഷവും അനുഭവപ്പെടുന്നു, കയ്യിൽ പിടിച്ചിരിക്കുന്ന ഗാണ്ഡീവം എന്ന വില്ല് പോലും വീണു പോകുന്നത് പോലെ തോന്നുന്നു, എൻ്റെ മനസ്സ് വട്ടം കറങ്ങുന്നു, ഒന്ന് നേരെ ചൊവ്വെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഇതൊരു അജ്ഞാനിയുടെ ശബ്ദമാണ്. ശരീരവും മനസ്സും വികാരങ്ങളും ലോകത്തിലെ സ്ഥാനമാനങ്ങളുമാണ് താൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഞാൻ. ആ ഞാൻ എപ്പോഴും ദുർബലനായിരിക്കും, ആശയക്കുഴപ്പത്തിലായിരിക്കും, സാഹചര്യങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുന്നവനായിരിക്കും. എന്നാൽ ഗീതോപദേശം മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനനിലെ ആ ചെറിയ ഞാൻ ഇല്ലാതായി. കൃഷ്ണനിൽ നിന്ന് പരമമായ ജ്ഞാനം ലഭിച്ച ശേഷം മറ്റൊരു അർജുനനാണ് ഗീതയുടെ അവസാനം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവിടുത്തെ കാരുണ്യത്താൽ എൻ്റെ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ആത്മാവാണ് എന്ന സത്യം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, എൻ്റെ സംശയങ്ങളെല്ലാം വിട്ടുമാറി, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഞാൻ ചിത്തശുദ്ധിയോടുകൂടി അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യാം, അതായത് കർമ്മയോഗം അനുഷ്ഠിക്കാം എന്ന്. ഇതാണ് ഒരു ജ്ഞാനിയുടെ ശബ്ദം. ഇത് അർജുനനിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ വലിയ ഞാനിൻ്റെ ഉണർവായിരുന്നു. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ഉണർന്നപ്പോൾ വിറച്ചിരുന്ന ആ ചെറിയ ഞാൻ പ്രശാന്തവും ഉറച്ചതുമായ ആത്മാവിന് വഴിമാറിക്കൊടുത്തു. അതാണ് സമ്പൂർണമായ മാറ്റം. അതാണ് ട്രാൻസ്ഫോർമേഷൻ, റിയലൈസേഷൻ അഥവാ ജീവൻ മുക്തി. അർജുനൻ്റെ മാറ്റത്തിന് വഴികാട്ടിയായ ആ ശബ്ദം ആരുടേതായിരുന്നു? അത് സാക്ഷാൽ കൃഷ്ണൻ്റേതായിരുന്നു. ആ വലിയ ഞാനിൻ്റെ ശബ്ദം, ആ ഹയർ സെൽഫിൻ്റെ ശബ്ദം, പരമാത്മാവിൻ്റെ ശബ്ദം, സകല ചരാചരങ്ങളിലും ഉള്ള സത്യസ്വരൂപമായ ആ ശബ്ദം എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിലും സ്ഫുരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. കൃഷ്ണൻ ജീവൻ മുക്തനായതുകൊണ്ട് ഞാൻ എന്ന് പറയുമ്പോഴെല്ലാം വലിയ ഞാൻ ആയി, അതായത് ഹയർ സെൽഫായി നിലകൊണ്ടുകൊണ്ടാണ് അർജുനനോട് സംസാരിക്കുന്നത്. ഞാനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം, എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. മറ്റൊരവസരത്തിൽ കൃഷ്ണൻ പറയുന്നു, ഹേ അർജുന, സർവ്വജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവ് ഞാനാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുനൻ്റെ തേരിലിരിക്കുന്ന വെറും ഒരു സാരഥി മാത്രമല്ല കൃഷ്ണൻ. നമ്മുടെയെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ശാശ്വതമായ സത്യത്തിൻ്റെ ആ വലിയ ഞാൻ എന്ന സ്ഫുരണയുടെ പ്രതീകമാണ് കൃഷ്ണൻ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള രണ്ട് തത്വങ്ങളാണ് ചെറിയ ഞാൻ എന്ന അർജുനനും വലിയ ഞാൻ എന്ന കൃഷ്ണനും. മഹാജ്ഞാനിയും ജീവൻ മുക്തനുമായിരുന്ന ശ്രീ രമണ മഹർഷി ഈ രണ്ട് ഞാനുകളെക്കുറിച്ചും വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ചെറിയ ഞാനിനെ അഹം വൃത്തി എന്നും വലിയ ഞാനിനെ അഹം സ്ഫുരണ എന്നും വിളിക്കുന്നു. മഹർഷി പറയുന്നു, ഐ ഇസ് നോട്ട് നോൺ ഇൻ സ്ലീപ്പ്. ഉറക്കത്തിൽ ഈ ഞാനിനെ നമ്മൾ അറിയുന്നില്ല. ശരിയാണല്ലോ, ഉറക്കത്തിൽ നമ്മൾ ഞാൻ എന്ന് വിളിച്ച് പറയാറില്ലല്ലോ. മാത്രമല്ല, ഞാൻ ഈ ശരീരമാണ് എന്ന പരിമിതമായ ബോധം പോലും അപ്പോൾ നമുക്കില്ല. ഓൺ വേക്കിംഗ് ഐ ഇസ് പെർസീവ്ഡ് അസോസിയേറ്റഡ് വിത്ത് ദ ബോഡി, ദ വേൾഡ്
ആൻഡ് നോൺ സെൽഫ് ഇൻ ജനറൽ. ഉണരുമ്പോഴാകട്ടെ ഈ ഞാൻ ശരീരം, ലോകം, അനാത്മാവ് എന്നിവയോട് ചേർന്നാണ് അനുഭവപ്പെടുന്നത്. സച്ച് അസോസിയേറ്റഡ് ഐ ഇസ് അഹംവൃത്തി. ഇത്തരത്തിൽ മറ്റു പലതിനോടും ചേർന്നിരിക്കുന്ന ഞാനിനെയാണ് അഹംവൃത്തി എന്ന് പറയുന്നത്. ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ദുഃഖിതനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ശരീരം, ലോകം, അനാത്മാവ് ഇവയുമായി ഞാനിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ഞാൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതാണ് അഹംവൃത്തി. അതിനെ ചെറിയ ഞാൻ എന്ന് വിശേഷിപ്പിക്കാം. അത് തന്നെയാണ് അർജുനൻ എന്ന അഹങ്കാരം, ദ ഈഗോ. ഇവിടെ അഹംവൃത്തി എന്ന ഞാൻ ഒരു ചിന്തയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് കൂടുതൽ വ്യക്തത വരുത്താൻ ഹു എം ഐ എന്ന പുസ്തകത്തിൽ മഹർഷി തന്നെ പറയുന്നു, ഓഫ് ഓൾ ദ തോട്ട്സ് ദറ്റ് അറൈസ് ഇൻ ദ മൈൻഡ്, ദി ഐ തോട്ട് ഇസ് ദ ഫസ്റ്റ്. ഞാൻ എന്ന ചിന്തയാണ് മനസ്സിൽ ഉദിക്കുന്ന എല്ലാ ചിന്തകളിലും വെച്ച് ആദ്യത്തേത്. ഈ ഞാൻ എന്ന പ്രഥമ ചിന്ത തന്നെയാണ് ചെറിയ ഞാൻ. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ഈ ശരീരമാണ് എന്ന മിഥ്യാധാരണയാണ് സ്മോൾ ഐ. അത് തന്നെയാണ് അർജുനൻ. വീണ്ടും ടോക്സിൽ മഹർഷി തുടരുന്നു, വെൻ അഹം റെപ്രസെൻറ്റ്സ് ദ സെൽഫ് ഓൺലി ഇറ്റ് ഇസ് അഹം സ്ഫുരണ. ഞാൻ എന്നത് കേവലം ആത്മാവിനെ മാത്രം പ്രതിനിധീകരിക്കുമ്പോൾ അത് അഹം സ്ഫുരണയാകുന്നു. ഇവിടെ ഞാൻ ഇന്ന വ്യക്തിയാണ് എന്നോ പേര്, ജോലി ഇന്നതൊക്കെയാണ് എന്നോ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അഹം വൃത്തിയായി മാറും. ഒന്നും പറയാതെ, ചിന്തിക്കാതെ അഹം എന്ന ബോധം ഉള്ളിൽ സ്ഫുരിക്കുമ്പോൾ അത് അഹം സ്ഫുരണയാണ്. അതൊരു ചിന്തയല്ല, മറിച്ച് ആത്മപ്രകാശമാണ്, ശുദ്ധമായ ബോധമാണ്, നമ്മുടെ ഉണ്മയെക്കുറിച്ചുള്ള ഇടമുറിയാത്ത അവബോധമാണ്. ഞാൻ എന്ന ചിന്ത ഇല്ലാതാവുന്ന ഗാഠനിദ്രയിലും കെടാതെ പ്രകാശിക്കുന്ന നിശബ്ദമായ വെളിച്ചമാണ്. അതിനെ വലിയ ഞാൻ അഥവാ ഹയർ സെൽഫ് എന്ന് വിശേഷിപ്പിക്കാം. അതാണ് കൃഷ്ണൻ. ദിസ് ഇസ് നാച്ചുറൽ ടു ദ ജ്ഞാനി ആൻഡ് ഇസ് ഇറ്റ് സെൽഫ് കോൾഡ് ജ്ഞാന ബൈ ജ്ഞാനീസ് ഓർ ഭക്തി ബൈ ഭക്താസ്. ഇത് ജ്ഞാനിക്ക് സഹജമായ ഒന്നാണ്. ജ്ഞാനികൾ ഇതിനെ ജ്ഞാനം എന്നും ഭക്തന്മാർ ഭക്തി എന്നും വിളിക്കുന്നു. അഹംവൃത്തി അഥവാ ചെറിയ ഞാൻ ചിന്തകളാലും ഉറക്കത്താലും മുറിഞ്ഞു പോകുന്ന ഒന്നാണ്. എന്നാൽ അഹം സ്ഫുരണ അഥവാ വലിയ ഞാൻ അഖണ്ഡാകാര വൃത്തിയാണ്. സമുദ്രം പോലെ ഇടമുറിയാത്ത ശാന്തമായ ഒഴുക്കാണ്. ചിന്തകളാകുന്ന തിരമാലകൾ ആ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ വന്നും പോയുമിരിക്കും. അത്രമാത്രം. ശ്രീ രമണ മഹർഷിയുടെ ഉപദേശങ്ങളും ഗീതയിലെ തത്വങ്ങളും ചേർത്തു വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. പരമാത്മാവായ കൃഷ്ണൻ അഹം സ്ഫുരണയാണെങ്കിൽ അതിൽ നിന്നുദിക്കുന്ന അഹം വൃത്തിയാണ് അർജുനൻ എന്ന ചെറിയ ബോധം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ രണ്ട് ഞാനുകൾ ഉണ്ടോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. സത്യത്തിൽ അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഈ വേർതിരിവുള്ളൂ. ജ്ഞാനത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ഞാൻ അന്തർമുഖിയായി അതിൻ്റെ ഉറവിടം തേടി ഉള്ളിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിയുമ്പോൾ അത് മറ്റൊരു ഞാനിനെ കണ്ടെത്തുകയല്ല ചെയ്യുന്നത്, താൻ വേറിട്ട ഒന്നായിരുന്നില്ല എന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരമാലയായിരുന്ന ആ ചെറിയ ഞാൻ സമുദ്രമായ വലിയ ഞാനിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നു. അവസാനം ആ സമുദ്രം മാത്രം അവശേഷിക്കുന്നു, ആത്മാവ് മാത്രം അവശേഷിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ സ്മോൾ ഐ ആയി നിലകൊള്ളുന്ന ഞാനിനെ എങ്ങനെ ബിഗ് ഐയിലേക്ക് ലയിപ്പിക്കും? അതിനാദ്യം വേണ്ടത് അറിവാണ്. എന്താണ് ആ അറിവ്? നമുക്ക് ഉപാധികളില്ലാത്ത സന്തോഷവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന, എപ്പോഴും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തു, അതായത് വലിയ ഞാൻ എന്നിൽ ഉണ്ട് എന്ന അറിവ്. രണ്ടാമത് വേണ്ടത് ഉറച്ച വിശ്വാസമാണ്. ആ സദ്വസ്തു ആകുന്ന ഒന്നിനോട് ചേർന്ന് നിന്നാൽ എക്കാലവും നിലനിൽക്കുന്ന ആനന്ദം ലഭിക്കും എന്ന വിശ്വാസം. മൂന്നാമത് വേണ്ടത് നമുക്ക് താൽക്കാലിക സുഖവും സന്തോഷവും നൽകുന്ന അസത് വസ്തുക്കളായ എല്ലാത്തിനെയും പിന്തുടരാതിരിക്കുക എന്നതാണ്. ആദ്യം പറഞ്ഞ സദ്വസ്തുവിനെയും അവസാനം പറഞ്ഞ അസത് വസ്തുക്കളെയും വേർതിരിച്ച് അറിയുന്നതിന് വിവേകം എന്നും, താൽക്കാലിക സുഖം നൽകുന്നവയോടുള്ള ആസക്തി വെടിയുന്നതിന് വൈരാഗ്യം എന്നും പറയും. വിവേകവും വൈരാഗ്യവുമാണ് ജ്ഞാനമാർഗത്തിലൂടെ സാക്ഷാത്കാരം ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന നടപടികൾ. 108 ഉപനിഷത്തുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ശ്രീരാമൻ ഹനുമാന് മോക്ഷപ്രാപ്തിക്കായി ഉപദേശിച്ചു കൊടുക്കുന്ന മുക്തികോപനിഷത്തിൽ പറയുന്നു,
ബന്ധുക്കളോടും ഗ്രന്ഥങ്ങളോടും സ്വന്തം ശരീരത്തോടുമുള്ള അമിതമായ ആസക്തിയുണ്ടെങ്കിൽ സത്യത്തെ സാക്ഷാത്കരിക്കാനാവില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ ഞാനിൽ ഒട്ടി നിൽക്കുന്നതെന്ന് മുക്തികോപനിഷത്തിലെ ഈ വരികൾ വ്യക്തമാക്കുന്നു. ചെറിയ ഞാൻ അതിൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ മുറുകെ പിടിക്കുന്ന കാര്യങ്ങളാണിവ. വലിയ ഞാനിനെ കണ്ടെത്തണമെങ്കിൽ നാം ഇവയ്ക്കെല്ലാം അപ്പുറത്തേക്ക് പോകാൻ തയ്യാറാകണം. വളരെ സ്പഷ്ടമായി ശ്രീരാമൻ ഹനുമാന് നൽകുന്ന ഈ ഉപദേശം യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള സത്യാന്വേഷികൾക്കുള്ളതാണ്. അതുകൊണ്ട് അടുത്ത തവണ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ മനസ്സ് വിഷമിക്കുമ്പോൾ ഒരു നിമിഷം നിൽക്കുക, സ്വയം ചോദിക്കുക, ദുഃഖിക്കുന്ന ഈ ഞാൻ ആരാണ്? എന്നിട്ട് ആഴങ്ങളിലേക്ക് നോക്കുക, ബഹളങ്ങൾക്കിടയിലെ നിശബ്ദതയിലേക്ക് കാതോർക്കുക. എല്ലായ്പ്പോഴും അവിടെ തന്നെയുള്ള ഇടമുറിയാത്ത ശാന്തമായ ആ ബോധത്തെ അറിയാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. അതാണ് നിങ്ങളിൽ കുടികൊള്ളുന്ന ശാശ്വതമായ വലിയ ഞാൻ. അതാണ് ശാന്തിയും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന നിങ്ങളിലെ ഈശ്വര ചൈതന്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതുവരെ കേട്ട കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാനും താങ്കളുടെ ഉള്ളിലെ ചെറിയ ഞാനിൽ നിന്ന് വലിയ ഞാനിലേക്കുള്ള യാത്ര വിജയകരമായി ആരംഭിക്കാനും താങ്കൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.